ഇതിനുള്ളിൽ നിന്നുള്ള ഒരു സൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഹെൽമെറ്റിനുള്ളിൽ മൈക്ക് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. വിൻഡ് നോയ്സ് ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങിച്ചു. അത് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാവോനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു മൈക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന് അറൗണ്ട് റേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു MRP വരുന്നതെന്ന് പറഞ്ഞാൽ 699 രൂപയാണ്. പക്ഷേ ആമസോണിൻ്റെ ഒരു ഓഫറിൽ 300 സംതിങ്ങിനാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഒരു അൺബോക്സ് ചെയ്യണം. കൂടാതെ തന്നെ ഇത് വാങ്ങിച്ച മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് എനിക്ക് ഹെൽമെറ്റിനുള്ളിൽ വയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ നിലവിൽ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെ നമ്മുടെ ബോയയുടെ M1 എന്ന് പറയുന്ന മൈക്കാണ്. അതിൻ്റെ ഒരു വലിയൊരു ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇഷ്യൂ ആണ്. അതായത് വയറിന് ഭയങ്കര ലെങ്താണ്. അപ്പം നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരിടത്ത് ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ അറിയാം, കൂടുതലും പുറത്ത് അല്ലെങ്കിൽ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും. അപ്പം ഈ ഒരു സാധനമാണ് ഞാൻ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നത്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫേർട്ടും ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സാധനത്തിൽ എക്സ്റ്റേണലായിട്ട് ബാറ്ററി ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ലെങ്തുണ്ട്. അപ്പം ഇത് ഞാൻ 799 ആ ഒരു റേഞ്ചിനാണ് ഈ ഒരു മൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഈ മൈക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെല്ലാം ഉണ്ടെന്ന്. ഇത് ആമസോണിൻ്റെ ബില്ല്, പിന്നെ ഒരു പൗച്ച് വരുന്നുണ്ട്, പിന്നെ 2 കാർഡ്. ഒന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ മാനുവൽ പോലെയും പിന്നെ എന്തോ വാറൻറ്റിയോ എന്തോ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി. ഇതാണ് ബോക്സ്. അത്യാവശ്യം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത്യാവശ്യം റിവ്യൂ ഉള്ളതെല്ലാം നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു പൗച്ച് വരുന്നുണ്ട്. പൗച്ച് നമ്മളെ ബോയർ M1 വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പൗച്ചിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മൈക്ക് ഇതാ ഇത്രയും ലെങ്തേ ഉള്ളൂ. കൂടാതെ തന്നെ നമുക്ക് അഡീഷണൽ ഇതേപോലത്തെ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിൽ നല്ല സ്മൂത്തായിട്ട് വയ്ക്കാനും പറ്റും. പിന്നെ നമ്മളെ മറ്റേ നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു സ്പോഞ്ച് വരുന്നുണ്ട്, പിന്നെ ഒരു ക്ലിപ്പ്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സാധാരണ ഈ 3.1 mm ഈ ഒരു ജാക്കിൽ 3 ലൈനാണ് വരുന്നത്. നമ്മൾ മെയിനായിട്ട് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്ററുണ്ട്. ഇതാണ് ആ അഡാപ്റ്റർ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ലൈനേ കാണാൻ പറ്റുള്ളൂ. അതാണ് മെയിനായിട്ട് ക്യാമറയിൽ യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നമ്മളെ ഫോണിലൊക്കെ കൊടുത്ത് റെക്കോർഡ് ചെയ്യാനാണ് ഈ ഒരു 3 എണ്ണം വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാം. അപ്പം അത്യാവശ്യം നല്ലൊരു മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇനി മുതൽ അങ്ങോട്ട് വരുന്ന വീഡിയോസിൽ ഉണ്ടാവും. കാരണം ഇപ്പം നിലവിൽ ഈ ഒരു മൈക്ക് എനിക്ക് എത്രത്തോളം ഇത്രയും വില ഉണ്ടെങ്കിൽ അത്രത്തോളം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. കൂടാതെ തന്നെ എൻ്റെ ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഹെൽമെറ്റ്. അതായത് നമ്മുടെ MDയുടെ ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. അതായത് നമ്മളിപ്പോഴും നിലവിലെ നമ്മളെ MD റിവഞ്ചിൻ്റെ ആ ഒരു ഷെല്ലാണ് വരുന്നത്. ഇതിൽ പിന്നെ ഞാൻ എക്സ്ട്രാ ഇവിടെ നമ്മളെ ആക്സോറിൻ്റെ സ്പോയിലർ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമ്മളെ മൗണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നമ്മൾ ഗോപ്രോയുടെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്താണ് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നത്. അത് ഞാൻ ഉടനെ തന്നെ ഹെൽമെറ്റ് മാറ്റും. കാരണം ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറയുമ്പം 5 വർഷത്തോളം പഴക്കമുണ്ട്. എൻ്റെ പേടൊക്കെ നല്ല രീതിയിൽ ചീത്തയായി. അപ്പം ഒരു ഡ്രീം ഹെൽമെറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ച് ക്യാഷിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പം ഈ ഒരു ഹെൽമെറ്റ് കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ ചിന്നിൻ്റെ അവിടെ പാഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ വിൻഡ് നോയ്സൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റിയാൽ മാത്രമേ ഈ മൈക്കിൻ്റെയും നമ്മുടെ ഗോപ്രോ അഡാപ്റ്ററിൻ്റെ ആ ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഹെൽമെറ്റ്. ഇതിലാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ വെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മൈക്ക് വെച്ചിട്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമോ നമുക്ക് നോക്കാം. എന്തായാലും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് അതിനു മുമ്പ് ഞാനിപ്പം ഡെമോ ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്തൊന്ന് കേൾപ്പിക്കാം. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം ഞാൻ നിലവിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബോയയുടെ M1 ആണ്. അപ്പം അത് 800 രൂപ വരതും ഇത് 300 സംതിങ് രൂപ വരതുമാണ്. ഇപ്പം നമുക്ക് മൈക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം.
ഹലോ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. നേരത്തെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ബോയ M1 എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഏത് മൈക്കാണ് ബെറ്റർ എന്നുള്ളത്. ബോയ M1 കൊള്ളൂല എന്നല്ല ഞാൻ പറഞ്ഞത്. മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്ത കാരണം എന്ന് പറയുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ളൊരു പാട് കൊണ്ടാണ് ഞാൻ ബോയ M1 നമ്മൾ അവോയ്ഡ് ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് അടുത്ത് മോട്ടോ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ക്വാളിറ്റി ഉണ്ടെന്നല്ല നമുക്ക് അതിൽ നോക്കാം. ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയോ ക്വാളിറ്റി കുറവാണെന്നൊക്കെ. ഇപ്പോൾ ഇറങ്ങുന്ന വീഡിയോയിൽ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെങ്കിലും മൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ബോയ M1 എടുത്താലുള്ള ഒരു ഇഷ്യൂ ഇതാണ്, ഭയങ്കര ലെങ്താണ്, അതാണ് സീന്. പിന്നെ നമ്മൾ എക്സ്റ്റേണലി നമ്മളെ വാച്ചിലൊക്കെ ഇടുമ്പോഴത്തെ ബാറ്ററിയൊക്കെ ഇട്ട് കൊടുക്കണം, അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് വയർ മാത്രമേ ഉള്ളൂ. അപ്പം മൈക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങളെ യൂസ് അനുസരിച്ച് എടുക്കുക. നമുക്ക് ബോയ M1 മെയിനായിട്ട് നമ്മൾ DSLR വെച്ചിട്ട് ദൂരെ ഇരുന്ന് സംസാരിക്കുന്നെങ്കിലും ഓക്കെ, ബോയ M1 ബെസ്റ്റാണ്, കാരണം നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള യൂസിന് വേറെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ.